കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അങ്ങനെ ഒരു ലോങ് ടൈമിന് ശേഷം നമ്മളിതാ ബോruto ചാപ്റ്റർ 17 ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള മലയാളം മാങ്ക ആൻഡ് മാനുവ എക്സ്പ്ലനേഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പേജ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ക്ലാസ് റെപ്പിനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരുടെ മനസ്സിലൂടെ കുറേയധികം കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതായത് റീസെന്റ് സാറിനായിട്ടുണ്ടായ ഒരു വഴക്കില്ലേ, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അവളിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. സാരദ, നീ അവനെ കണ്ട സമയത്ത് നീ മറ്റൊന്നിനെയും കുറിച്ച് ആലോചിച്ചില്ല, എന്നെക്കുറിച്ച് ആലോചിച്ചില്ല, എൻ്റെ ഫീലിങ്സിനെ പറ്റി ആലോചിച്ചില്ല. നീ നിൻ്റെ ഫീലിങ്സ് മാത്രം ആലോചിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കുമായിരുന്നു. ഞാനവിടെ നോക്കി നിൽക്കേണ്ടി വന്നു, ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ. അത് നിനക്കറിയാവോ? ഇതെല്ലാം അവൾ മനസ്സിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മുടെ മിറ്റ്സുക്കിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നത്. ഈ സമയത്ത് ദൂരെ നമ്മുടെ മാട്സുരി റിയും കൂടെ ബോrutoയുടെ ഒരു ടോഡിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവൾ പറയുന്നുണ്ട്, ഇത് ട്രീസ് പറഞ്ഞു വെച്ച് നോക്കാത്തത് അവനാണ് ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. അതിനർത്ഥം അവൻ ഉറപ്പായിട്ടും ഇവിടെ വന്നിട്ടുണ്ടെന്നാണ്. ട്രീസോ, അതിനിത് ഡെസേർട്ടല്ലേ? പക്ഷേ ഇതിൻ്റെ റൂട്ട്സ് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഈ ഡെസേർട്ടിൻ്റെ താഴെയാണെങ്കിൽ കൂടിയും ഈ ട്രീസിൻ്റെ റൂട്ട്സ് ഉണ്ട്. ദൂരത്തിരുന്നുകൊണ്ട് നമ്മുടെ കോണാമറും ബാക്കിയുള്ളവർ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ യോടെ പറയുന്നുണ്ട്, അവർ രണ്ടുപേരും ബോrutoനെ പിടിക്കാൻ തന്നെയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. പിന്നെ ആ മാട്സുരി, അവൾക്ക് സെൻസറി ടൈപ്പ് എബിലിറ്റീസ് ഉണ്ട്. സോ നമ്മളിവിടെ ഇരിക്കുന്നത് അവൾക്ക് എപ്പോൾ വേണമെങ്കിലും കണ്ടെത്താവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കോണാമർ പറയുന്നുണ്ട്, സോ എല്ലാം ഇതുവരെ കറക്റ്റായിട്ടാണ് പോയിട്ടുള്ളത്, നമ്മുടെ ഇന്ത്യയിലും ബാക്കിയുള്ള കാര്യങ്ങളും. സോ നിങ്ങളെല്ലാവരും റെഡിയല്ലേ? ഈ സമയത്ത് സാരദ കുറച്ചധികം ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അവൻ ചോദിക്കുന്നുണ്ട്, സാരദ എന്തു പറ്റി? എന്നോട് ക്ഷമിക്കുക, കുഴപ്പമൊന്നുമില്ല, ഇനി ഞാൻ ഫോക്കസ് ചെയ്തോളാം. അപ്പോഴാണ് യോടോ ആ ഒരു കാര്യം ചോദിക്കുന്നത്. റിയുവിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം ആ ത്രോൺ ബൾബുമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഷീക്കിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻറ്റൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മാക്സിമം തന്നെ ഇവിടെ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഈയോടോ, ഞാനൊരു കാര്യം പറയാം, ഞാൻ നിന്നോട് ബെഗ് ചെയ്ത് പറയുവാണ്, ഇവിടെ റെക്ലെസ് ആയിട്ട് നീ ഒന്നും തന്നെ കാണിക്കില്ലേ. അരയാ, നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, എൻ്റെ അടുത്തിട്ട് ഭരിപ്പിക്കാൻ വരണ്ട. അപ്പം നമ്മുടെ കൊണവർ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്തുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മിഷന് മുമ്പിലേക്ക് പോകുമായിരുന്നു. സോറി, ഞങ്ങളോട് ക്ഷമിക്കുക, ഞങ്ങളെപ്പോഴും ഇതുപോലെ തന്നെയാണ്, അതൊരിക്കലും ഈ മിഷനെ അഫക്റ്റ് ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്ക് മിഷനിലേക്ക് കടക്കാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൊണോഹമറയും സാർദയും മിറ്റ്സുക്കിയും കൂടെ അവിടേക്ക് വരുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങൾ, എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? ഇത് കാണുന്നിടത്ത് നമ്മുടെ മാട്സുരിക്കാട്ടെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അവളിങ്ങനെ അതിശയിച്ച് നിൽക്കുവാണ്. ഞങ്ങൾ കൊണോഹിലെ ഷിനോബീസാണ്. ബോruto എന്ന് പറയുന്ന കുറ്റവാളിനെ തേടിയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? റിയു ഒന്നും മിണ്ടത്തില്ല. നേരെ മാട്സുരിനെ നോക്കാൻ നേരത്ത് അവളാട്ടെ അതിശയിച്ച് നിൽക്കുവാണ്. അവൾ പറയുന്നുണ്ട്, റിയു, എനിക്കിവിടെ സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, തൽക്കാലം എനിക്ക് പോലും നീ ഇവിടെ സംസാരിക്കുമോ? പിന്നെ പോകുന്നത് ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ്. നമ്മുടെ കോണോഹമാറിനോടൊക്കെ നമ്മുടെ ഷിക്കമാറു പറയുന്നുണ്ട് കുറേയധികം മെയിനുള്ള കാര്യങ്ങൾ. നിങ്ങളുടെ മിഷൻ അവരെ ഡിഫീറ്റ് ചെയ്യുന്നത് മാത്രമല്ല, അവരുടെ കയ്യിലുള്ള ആ ഒരു ത്രോൺ സോൾ ബൾബ് തിരിച്ചു കൊണ്ടുവരാം. അതുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും മൊയ്കിനെയും ഷീക്കിനെയൊക്കെ തിരിച്ച് ജീവനോടെ കൊണ്ടുവരാൻ സാധിക്കും. അതൊക്കെ സത്യമാണോ? അതെ, ഇന്ത്യയിൽ സോൾഡ് ആണ്. ഉറപ്പായിട്ടും മാട്സുരിയുടെ ത്രോൺ ബൾബ് ഉണ്ടെങ്കിൽ മൊയ്കിനെ, റിയുവിൻ്റെ ഉണ്ടെങ്കിൽ ഷീക്കിനെ നമുക്ക് തിരിച്ച് കിട്ടിയിരിക്കും. നിങ്ങൾ അവരെ ഡിഫീറ്റ് ചെയ്തിട്ടും ആ സാധനം നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് എത്ര വട്ടം വേണമെങ്കിലും റെസറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനർത്ഥം ഹിഡാരിൻ തിരിച്ച് ജീവനോടെ വന്നതാണോ? പോസിബിലിറ്റി വളരെയധികം ഹൈ ആണ്. അവനും വന്നു കാണും. സോ ഞങ്ങളുടെ മിഷൻ അവരെ ഡിഫീറ്റ് ചെയ്യണമെന്ന് മാത്രമല്ല, അത് കളക്ട് ചെയ്യണം. അതെ ലോഡ് ചെയ്ത് ഞാൻ ചോദിക്കുന്നുണ്ട് ഒന്നും തോന്നല്ലേ, പക്ഷേ ഇത്രയും സോളുള്ള ഇന്ത്യയിൽ താങ്കൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഷിക്കമാറു, ഞാനൊരു കാര്യം പറയാം, ആ ഇന്ത്യയിൽ എനിക്ക് കിട്ടിയതാണ്, അതിൽ ഞാൻ ട്രസ്റ്റും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഞാൻ ഇപ്പോൾ തൽക്കാലം പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് നിനക്ക് മനസ്സിലായല്ലോ? അതെ, ഈ സമയത്ത് നമ്മുടെ ആ ഒരു ടോഡ് നമ്മുടെ ഷിക്കമാറിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതിലുപരി ഈ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി എൻ്റെ മനസ്സിൽ നിലവിലുണ്ട്. ഈ ഡിവൈൻ ട്രീ പീപ്പിൾസ് എന്ന് പറയുന്നത് വളരെയധികം ഹൈ കോമ്പാക്ട് എബിലിറ്റീസ് ഉള്ള ആൾക്കാരാണ്. അതിലുപരി അവർ നിന്നെ സാറതിനൊക്കെ ടാർജറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എനിമിയായിട്ട് മാത്രമേ നമുക്കവരെ കാണാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇതുവരെ നമുക്ക് ഒരു സോളിലുള്ള എവിഡൻസ് കിട്ടിയിട്ടില്ല അവർ ഈവിലാണെന്നുള്ള കാര്യത്തിൽ. അതായത് ഞാനീ പറഞ്ഞു വരുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പക്ഷേ അവരെന്ന് പറയുന്നത് ഒരു വൈൽഡ് ബീസ്റ്റിൻ്റെ ഓഫ് സ്പ്രിങ്സ് മാത്രമാണ്. വൈൽഡ് ബീസ്റ്റിൻ്റെ കബ് പോലെയല്ലേ? അതെ, അവർക്ക് നിലവിൽ തെറ്റേതാ ശരിയേതാ എന്ന് ഒന്നും അറിഞ്ഞൂടാ. പക്ഷേ അവരവരുടെ ഇൻസ്റ്റിങ്സിനനുസരിച്ച് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ അവരുടെ ഡേഞ്ചറസ് ഉള്ള സ്ട്രെങ്ത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും മനുഷ്യർക്ക് ഒരു വലിയ ത്രെറ്റായിട്ട് അവർ നിൽക്കുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവർ നമ്മുടെ എനിമി തന്നെയല്ലേ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൊണോഹമാറു, നീ അവരുടെ ഫ്രണ്ട്സായിട്ട് മാറണം. എന്ത്? അതെ, ഫ്രണ്ട്സായിട്ട്. അവരുടെ വിശ്വാസം നീ കൈക്കൊള്ളണം. ആ ഒരു ലിറ്റിലുള്ള ഇന്നസെൻ്റുള്ള കബ്ലിങ്സിനെ നീ കയ്യിലെടുക്കണം. അവസാനം അവരെ പുറകിൽ നിന്ന് കുത്തണം. അതായിരിക്കും നിന്റെ മെയിനായിട്ടുള്ള ഗോളും. അങ്ങനെ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ കൊണോഹമാറു ഇപ്പോൾ അവിടേക്ക് വന്നിട്ടുള്ളത്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ കൊണോഹമാറു, ഇത് സാരദ, ഇത് മിറ്റ്സുക്കി. നിങ്ങളാരൊക്കെയാണ്? ഞാൻ റിയു, പിന്നെ ഇതാണ് എൽഡർ മാട്സുരി. മാട്സുരി, താങ്കൾ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല. ഈ സമയത്ത് ദൂരെ നിന്ന് നമ്മുടെ യോടെയും അതേപോലെ ആരെയും കാണുന്നുണ്ടായിരുന്നു. റിയു ആൻഡ് മാട്സുരി, നിങ്ങൾ കണ്ടതിൽ സന്തോഷം. അപ്പോഴാണ് ആ ടോഡിനെ നമ്മുടെ കൊണോഹമാറു ശ്രദ്ധിക്കുന്നത്. അവൻ പറയുന്നുണ്ട്, സോ ബോruto ഇവിടെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് നമ്മുടെ മിറ്റ്സുക്കിയും പറയുന്നുണ്ട്, മാസ്റ്റർ, ഞാനിവിടെ ചെറിയൊരു മെറ്റൽ കണ്ടുപിടിച്ചു. ഇത് ചിലപ്പോൾ ബോruto വെച്ചത് കളിക്കാൻ ചാൻസ് കൂടുതൽ.
അങ്ങനെയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ നോക്കാം. സാരദാ, മിറ്റ്സുക്കി, നിങ്ങൾ അവിടെ പോയി നോക്ക്. ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഈ സമയത്ത് നമ്മുടെ മിറ്റ്സൂരിയാട്ടെ വല്ലാത്തൊരവസ്ഥയിലാണ്. പുള്ളിക്കാരിക്ക് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ലായിരുന്നു. ഒരു മിക്സഡായുള്ള ഫീലിങ്സ് ആണ് പുള്ളിക്കാരുടെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാരദ പറയുന്നുണ്ട്, റിയു അവിടേക്ക് വന്ന് നോക്കുന്നുണ്ടോ? എൻ്റെ ഫ്രണ്ട്സും കുറച്ച് പേരുണ്ട്. നമുക്ക് എന്തായാലും ഒരുമിച്ച് പരിചയപ്പെടുകയും ചെയ്യാം. അവിടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യുകയും ചെയ്യാം. ബോറുട്ടോ ഉണ്ടാന്ന് നോക്കുകയും ചെയ്യാം. അപ്പോൾ കോണാമറും പറയുന്നത്, റിയു നീ എന്തായാലും അവിടേക്ക് പോക്കോ, മിറ്റ്സൂരിയുടെ കൂടെ ഞാനെന്നുണ്ട്. ഞങ്ങൾ എന്തായാലും ഈ ഭാഗം കവർ ചെയ്യാം. അങ്ങനെ അവർ രണ്ടുപേരും രണ്ട് വഴിക്ക് മാറുവാണ്. നിങ്ങൾ കൊണോഹയിലെ ഷിനോബീസ് എല്ലാവരും വളരെ നല്ലവർ തന്നെയാണ്. ജൂറ ഞങ്ങളോട് ഇത് പറഞ്ഞിരുന്നു. ജൂറയോ? അതെ, ഞങ്ങളുടെ എൽഡർ, ഞങ്ങളുടെ ബോസാണ് അദ്ദേഹം. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞത് ഏതൊരു നിഞ്ചയായിട്ട് ഞാൻ കണ്ടുമുട്ടിയാലും അവരെ കൊല്ലാനായിരുന്നു. പക്ഷേ നിങ്ങൾ എന്തായാലും നന്നായിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു. ആ സമയത്ത് നമ്മുടെ യോഡയ്ക്കായിട്ട് ഒട്ടും തന്നെ ക്ഷമയില്ല. അവൾക്ക് എങ്ങനെയെങ്കിലും അവനെ ഡിഫീറ്റ് ചെയ്യണം. ആ ഒരു ത്രോൺ സോൾ ബൾബ് എടുക്കണം. അവിടെ നമ്മൾ പോകുന്നത് ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ്. നമ്മുടെ കോണോമൻ്റൊക്കെ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കൊരു കാര്യം അറിയാമോ, മാട്സൂരി എന്തിനാണ് നിന്നെ ടാർഗറ്റ് ചെയ്തതെന്ന്? ഇല്ല, അത് മറ്റൊന്നും കൊണ്ടല്ല, അവൾക്ക് നിന്നോട് ഒരു ഫീലിങ്സ് ഉണ്ട്. എന്ത്? അതെ, മാട്സൂരിക്ക് ചിലപ്പോൾ ആ ഒരു സംഭവത്തിനെ പറ്റി അറിയില്ല. ഈവൻ അവൾക്ക് ആ ഒരു ഫീലിങ്സ്, ആ ഒരു ഇമോഷൻ എന്താണെന്ന് പോലും അറിഞ്ഞൂടാ. പക്ഷെ അവൾക്ക് നിന്നെ ഇഷ്ടമാണ്. ആ ഒരു സ്നേഹം, ആ ഒരു വിശ്വാസം വേണം നീ കയ്യിലെടുക്കാൻ. എന്നിട്ട് അവളെ പുറകിൽ നിന്ന് കുത്തണം. പക്ഷെ അത് കുറച്ച് ഞാൻ നിന്നോട് പറഞ്ഞ് ഹേഡ്ലെസ് ആയേ പറ്റത്തുള്ളൂ. ഡിവൈൻ ട്രീ പീപ്പിൾസ് എന്ന് പറയുന്നത് നമ്മുടെ എനിമീസാണ്. അപ്പോൾ നമ്മുടെ കൊണമർ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് എന്തെങ്കിലും പറ്റുമോ? ഒരു ബ്രേക്ക് എടുക്കണോ? അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു സൈഡിൽ പോയി ഇരിക്കുവാണ്. അവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പക്ഷേ അവൾ ഒന്നും തന്നെ മിണ്ടാതെ അവിടെ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുവാണ്. ഈ സമയത്ത് നമ്മുടെ ഏഴ് കാശും കോച്ചിട്ട് ആ ഒരു ടോഡ് ചോദിക്കുന്നുണ്ട്, ഏടാ നിനക്ക് ആ സ്റ്റാൻഡിൽ നടക്കുന്നത് എന്താണെന്ന് ഒന്ന് നോക്കാൻ സാധിക്കുമോ? അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, മറ്റേ കിളവനോടെ ഉണ്ടെന്ന്. അവൻ പറയുന്നുണ്ട്, ഇല്ല, അവൻ എന്തായാലും ഇപ്പോൾ ബേസിലായിരിക്കും. ആ ഒരു സമയം തന്നെ അവൾ ആ ഒരു സ്റ്റാൻഡിൽ എന്താണ് സംഭവിക്കണമെന്ന് നോക്കുന്നുമുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കാശിൻ കോച്ചിനെ അതേപോലെ ബൊറുട്ടനാണ്. അവൻ പറയുന്നുണ്ട്, എന്തായാലും ഇതുവരെ എല്ലാം ഓക്കെ ആയിട്ടാണ് പോയിട്ടുള്ളത്, ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. കൊണോമോറ് എന്തായാലും ഇപ്പോൾ മാട്സൂരിയായിട്ട് ഒക്യുപൈഡാണ്. ഈ ഒരു സമയത്ത് സാർദയും ബാക്കിയുള്ളവരും കൂടെ റിയുവിനെ ഡിഫീറ്റ് ചെയ്യണം. അല്ല ഇവിടെ എന്തെങ്കിലും ഫ്ലോ വന്നാലോ? പൊറോട്ടോ, ഒരു കാര്യം ഞാൻ പറയാം, എന്ത് ഫ്ലോ വന്നാലും നീ ഒരിക്കലും അവിടേക്ക് പോകരുത്. നീ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജൂർ അവിടേക്ക് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ മരണം അവിടെ സംഭവിക്കും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജോറനാണ്. പുള്ളിക്കാരനായിട്ട് കൊണോയിലെ ഒരു ലൈബ്രറിയിൽ നിന്ന് കുറച്ചധികം ബുക്സ് കളക്ട് ചെയ്യുന്നതായിരുന്നു. എന്നിട്ട് അതിൻ്റെ അകത്ത് കുറേയധികം ബുക്സുമായിട്ട് ആ ഒരു ഓണറിൻ്റെ അടുത്തേക്ക് ചെല്ലും. ഈ സമയത്ത് നമ്മുടെ ഷിക്കമാറിനോടൊക്കെ ബാക്കിയുള്ളവർ പറയുന്നുണ്ട് ഒരു ഇൻട്രൂഡർ വന്നിട്ടുണ്ടെന്ന്. പക്ഷേ ഷിക്കമാർ പറയും ചെയ്യും, കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ലാത്ത പോലെ മാത്രം അനുകരിച്ചാൽ മതി, ആരും ഇവാക്യുവേറ്റ് ചെയ്യുകയും ചെയ്യേണ്ട, ആരും അവിടേക്ക് പോവുകയും ചെയ്യേണ്ട, ആരും എൻഗേജും ചെയ്യേണ്ട. അങ്ങനെ പെട്ടെന്നായിരുന്നു നമ്മുടെ ജൂറ കുറച്ചധികം പൈസ എടുത്ത് ആ ഒരു ബുക്ക് ഓണറിന് കൊടുക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് അഡ്വാൻസ് ആണ്, ഞാൻ ഇനിയും വരും. അവിടെ നമ്മൾ പോകുന്നത് നമ്മുടെ ആമുടയുടെ അടുത്തേക്കായിരുന്നു. പെട്ടെന്ന് നമ്മുടെ കവാക്കി അവിടേക്ക് വന്നിട്ട് പുള്ളിക്കാരൻ പീഡിച്ച് നേരെ മുകളിലേക്ക് കയറ്റിയിട്ട് പറയുന്നുണ്ട്, ആമുടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇന്ന് എൻ്റെ ഫുൾ പവറിൻ്റെ പൊട്ടൻഷ്യൽ ഇവിടെ അൺലിഷ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ അറിയാലോ. അങ്ങനെയാണ് ബൊറോട്ടയുടെ ചാപ്റ്റർ 17 ഇവിടെ അവസാനിക്കാൻ പോകുന്നത്. അടുത്ത ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അത് മിസ്സൊക്കെ ആയിരിക്കും വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്.